അതിരാവിലെ തന്നെ എഴുന്നേറ്റ് നല്ല കാറ്റും നല്ല പ്രകൃതി രമണീയമായ കാഴ്ചകളാണ് കേട്ടോ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ കൊങ്ങിണിപ്പൂവൊക്കെ കണ്ടിട്ട് വർഷങ്ങളായി. ഇവിടെ ഇഷ്ടം പോലെ കൊങ്ങിണിപ്പൂവും കാര്യങ്ങളൊക്കെയാണ്. എന്നാ രസം നോക്കിയത് മഞ്ഞപ്പൂ. അപ്പോൾ ചേച്ചി ഇവിടെ ഇഷ്ടം പോലെ പൂക്കൾ ഇവിടെ പറിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ആദ്യത്തെ ഒരു സെക്ഷൻ പൂക്കൾ ഇട്ട് കഴിഞ്ഞപ്പോൾ അത് അടുത്ത സെക്ഷനിലേക്ക് വേണ്ടിയിട്ടുള്ള പൂക്കൾ പറിക്കാനായിട്ട് ഇങ്ങോട്ട് വന്നിരിക്കുകയാണ്. അടിപൊളി, എന്നാ ഭംഗി, നല്ല രസമുള്ള പൂ അല്ലേ, മഞ്ഞ കളർ. പിന്നെ ഇവിടെയാണെങ്കിൽ ഈ സൈഡിൽ കൂടെ പുല്ലൊക്കെ പൊങ്ങി നിൽക്കണുണ്ടോ. അത് കാറ്റ് വരുമ്പോൾ വയ്യ നല്ല രീതിയിൽ ആടി ഒലഞ്ഞുകൊണ്ടിരിക്കുക. അതെ, ഫോട്ടോഷൂട്ടിന് പറ്റിയ കാക്കയൊക്കെ പറന്ന് കാറ്റടിച്ച് വേറെ ദിക്കിലേക്കാണ് പോണേ. അടിപൊളി കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്താ ഭംഗി. കൊങ്ങിണിയൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ വേറെ പൂവോ കാര്യങ്ങളോ ഒന്നും അന്വേഷിച്ച് പോകണ്ട. പെരുകീരത്തിൻ്റെ പൂവൊന്നും കാണാൻ കിട്ടാറില്ല കേട്ടോ. ഇവിടെയൊക്കെ ഇഷ്ടം പോലെ പെരുകീര പൂവാണത്. എന്നെ രസം അറിയും പെരുകീരത്തിൻ്റെ പൂവൊക്കെ. വെള്ള ശംഖുപുഷ്പമൊക്കെയാണ് പറിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അത് ശംഖുപുഷ്പത്തിൻ്റെ ആ ഗ്ലാമർ കാണണമെങ്കിൽ നമ്മൾ വെള്ളയിലും അതുപോലെ തന്നെ നീലയും കൂടെ കൂടി നോക്കണം. എന്നാ മനോഹരമാണെന്ന് പറയും. നീലയുടെ കാണിച്ചു തരാം. നീല കളറുള്ള ശംഖുപുഷ്പം കേട്ടോ, എന്താ രസം നോക്കി. ഇവിടെയുള്ളതൊക്കെ വാടിപ്പോയി, ഇതിന് ഇടയ്ക്കാണ് ഇനി ബാക്കി നിൽക്കണമായിട്ട്. ഇത് കണ്ടത് ഒരു പ്രത്യേക ഗ്ലാമറായത് ശംഖുപുഷ്പം കാണാനായിട്ട്. വാവ്. അപ്പോൾ പൂക്കളൊക്കെ പറിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. മാമൻ്റെ പുറത്തിറങ്ങി. കൂടെ മാമനെ നോക്കി സിലു എവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അയ്യോ. അപ്പോൾ നമ്മുടെ വെള്ള ശംഖുപുഷ്പവും നീല ശംഖുപുഷ്പവും കൂടി കൂട്ടിക്കലർത്തിയെന്ന് ചേച്ചി നല്ല അടിപൊളി മനോഹരമായിട്ടാണ് വെച്ചിട്ടുണ്ട്. ഇപ്രാവശ്യത്തെ പൂക്കളൊക്കെ നല്ല കിടിലനായിരുന്നു കേട്ടോ. വീണ്ടും ചിലു വന്നിരിക്കുന്നു. സിലു ഒന്നും ഒരു പൂ പോലും നീട്ടില്ല കേട്ടോ. ഞാൻ ഒറ്റ മുട്ടിന് പോലും ഇതിനെ ഇങ്ങോട്ടടി ചിലു. സിലു മാമനെ നോക്കുക അതരോ. ഇവരെന്തീ പറയണത്. അയ്യോ ശാതപ. അപ്പൊ ഇന്നത്തെ പൂക്കളൊക്കെ നല്ല അടിപൊളിയായിട്ട് കേട്ടോ.